താരെ സമീൻ പർ എന്ന സിനിമയുടെ സ്പിരിച്വൽ സീക്വൽ എന്ന രീതിയിൽ വന്നിട്ടുള്ള സിതാരെ സമീൻ പർ പ്രത്യേകിച്ച് പുതുമയുള്ള കാര്യങ്ങളൊന്നും അതിന്റെ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ സ്ഥിരം കാണുന്ന അണ്ടർഡോഗ് സ്റ്റോറി തന്നെയാണ് ഇവിടെയുള്ളത്. ജയിക്കുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലാത്തൊരു ടീം അവരിൽ നിന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിൽ പോകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. കഥയുടെ ബീറ്റുകൾ ആർക്കും ഊഹിക്കാവുന്ന തരത്തിലാണ് പോകുന്നതെങ്കിലും സംവിധായകൻ RS പ്രസന്ന അതിലെ മെലോ ഡ്രാമ പരമാവധി കുറച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതുകൊണ്ട് ആകമൊത്തത്തിൽ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് സിതാരെ സമീൻ പർ. ഡൽഹി ബാസ്കറ്റ്ബോൾ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായ ഗുൽഷനാണ് നമ്മുടെ നായകൻ. അച്ചടക്കമില്ലാത്ത പെരുമാറ്റത്തിന് ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗുൽഷൻ റോട്ടിലും അച്ചടക്കം കാണിക്കാതിരുന്നപ്പോൾ ശിക്ഷയായിട്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ബാസ്കറ്റ്ബോൾ ടീമിനെ 3 മാസം പരിശീലിപ്പിക്കാനുള്ള ചുമതല ലഭിക്കുന്നു. വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഗുൽഷന് ഈ തൊഴിൽ ചെയ്യുന്നതിലൂടെ അയാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഞാൻ ആദ്യമായി പറഞ്ഞതുപോലെ സിനിമ വളരെ ടെംപ്ലേറ്റ് സ്വഭാവത്തിലുള്ള ഒന്നാണ് എന്ന് ഈ സിനിമ ഉണ്ടാക്കിയവർക്കും നല്ലപോലെ അറിയാം. ഓരോ മനുഷ്യന്മാർക്കും അവരവരുടേതായ നോർമലാണ് എന്ന ഉപദേശം തന്നെയാണ് ഒരു ഫീൽ ഗുഡ് ഡ്രാമയുടെ സ്വഭാവത്തിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ മുഴുവൻ കഥയും ട്രെയിലർ തന്നെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ പോകുമ്പോൾ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വളരെയധികം മെലോ ഡ്രാമയും ഒരുപാട് സീരിയസ് സംഭാഷണങ്ങളും മനഃപൂർവ്വം സംവിധായകനായ പ്രസന്നയും റൈറ്ററായിട്ടുള്ള ദിവി നിധി ശർമ്മയും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും ഒരു ഹ്യൂമറിന്റെ സഹായത്തോടെ അവർ അവതരിപ്പിക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ കാര്യങ്ങൾ വളരെ ലൈവ്ലിയാണ്. അഹങ്കാരവും ഞെട്ടലും സെന്റിമെന്റ്സും ഒക്കെ അവതരിപ്പിക്കുന്ന സ്ഥിരം സ്റ്റോക്ക് എക്സ്പ്രഷനുകൾ ഉപയോഗിച്ചിട്ടാണ് ആമിർ ഖാൻ ഗുൽഷൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ലാൽ സിംഗിൽ കണ്ടതുപോലെ മീറ്ററിന് മുകളിലേക്ക് പോകാത്തതുകൊണ്ട് ഈ സിനിമയുടെ ടോണുമായിട്ട് പുള്ളിയുടെ പെർഫോമൻസ് ചേർന്ന് പോകുന്നുണ്ട്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് സമാനമായ കണ്ടീഷൻസ് ഉള്ള അഭിനേതാക്കളാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശ്വസനീയമായ രീതിയിൽ ആ കഥാപാത്രങ്ങളെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇതിൽ ഗുഡ്ഡു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോപി കൃഷ്ണ വർമ്മ മലയാളിയാണ്. പുള്ളിക്കാരൻ 2021 നീ സ്ട്രീം എന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ജോർജ് ഗോര സംവിധാനം ചെയ്ത തിരികെ എന്ന മലയാളം സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ജനീലയാണ് ഇതിൽ ഗുൽഷന്റെ ഭാര്യയായിട്ടുള്ള സുനിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്ക്രീൻ ടൈം വളരെ കുറവാണെങ്കിലും ഡോളി ആലുവാലിയെയും ബ്രിജേന്ദ്ര കാലയും അവരുടെ സീനുകൾ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ചാമ്പ്യൻസ് എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ സിനോപ്സിസ് വെച്ച് നോക്കുമ്പോൾ RS പ്രസന്നയും ദിവി നിധി ശർമ്മയും പുതിയ കുറച്ച് ട്രാക്കുകൾ ഈ കഥയിലേക്ക് ആഡ് ചെയ്തതായിട്ട് തോന്നി. കുടുംബജീവിതത്തിൽ വലിയ കമ്മിറ്റ്മെന്റുകൾക്കുള്ള ഗുൽഷന്റെ ആത്മവിശ്വാസക്കുറവും സ്വന്തം അമ്മയും ഒരു ജീവിതം അർഹിക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കാനുള്ള മടിയുമൊക്കെ ഈ സിനിമയിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. സാധാരണഗതിയിൽ വളരെ ഡാർക്കും ഗ്രേയും ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഈ ഒരു ഫീൽ ഗുഡ് സിനിമയുടെ ഫോർമാറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അത് നോർമലൈസ് ചെയ്യാൻ സിനിമ ശ്രമിക്കുന്നുണ്ട്. മെയിൻ ട്രാക്കിൽ നിന്ന് തെന്നി മാറിപ്പോകുന്ന ഇത്തരത്തിലുള്ള സൈഡ് ട്രാക്കുകളാണ് ഒരർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് ഒരു പുതുക്കം എവിടെയെങ്കിലും കൊടുക്കുന്നത്. കാരണം ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപഴകിയിട്ടുള്ള ഫീൽ ഗുഡ് പരിപാടികൾ തന്നെയാണ്. ശ്രീനിവാസ് റെഡ്ഡിയുടെ സിനിമാറ്റോഗ്രാഫി സിനിമയുടെ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് എല്ലാം വളരെ ബ്രൈറ്റ് ആയിട്ടും കളർഫുൾ ആയിട്ടും തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പാട്ടുകൾ നരേറ്റീവുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് പോകുന്നുണ്ടെങ്കിലും താരെ സമീൻ പറിന്റെ ആൽബത്തിന്റെ അത്രയും എന്തായാലും വരുന്നില്ല. സ്വന്തം ഹൈറ്റിനെയും സ്വന്തം സിനിമയിലെ തന്നെ പാട്ടുകളെയും പരിഹസിക്കുന്ന തരത്തിലുള്ള തമാശ വളരെ രസകരമായ രീതിയിൽ ഈ സിനിമയിൽ ആമിർ ഖാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സിമ്പിൾ ഹ്യൂമറും വളരെ ബ്രീസി ആയിട്ടുള്ള കഥയുടെ ഒഴുക്കും തന്നെയാണ് 20 മിനിറ്റ് ഒറിജിനലിനേക്കാൾ കൂടുതൽ ഉണ്ടായിട്ടും ഈ സിനിമയെ ബോറടിപ്പിക്കാത്ത ഒന്നാക്കി നിലനിർത്തുന്നത്. കാര്യമായ ടേക്ക് അവേകളൊന്നും പറയാനില്ലെങ്കിലും കണ്ടിരിക്കാവുന്ന വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് സിതാരെ സമീൻ പർ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്